My dear students, good morning. Okay, it's time for social science. All of you listen. In the last class, we discussed about the major features of Bronze Age. Do you remember it? നമ്മൾ ബ്രോൺസ് ഏജിലെ ഒരുപാട് പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ചു അല്ലേ? എന്താണ്? they were engaged in agriculture and they were began to settle and became as a society etc. എന്താണ്? അഗ്രികൾച്ചർ വളർന്നു, ട്രേഡ് വന്നു, അതുപോലെ എന്താണ് കച്ചവടങ്ങൾ വന്നു, ദെൻ എന്താണ് ഫാമിലിയായി ജീവിക്കാൻ തുടങ്ങി, ദെൻ സൊസൈറ്റിയായി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അല്ലേ? കാലക്രമേണ പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോളിത്തിക് ഏജിൽ നിന്നും ചാൽക്കോളിത്തിക് ഏജിൽ നിന്നും നമ്മൾ ബ്രോൺസ് ഏജിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. സോ ദെൻ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി another field of the human being. It is about major civilization took place in all over the world. Okay, ancient civilizations. Okay, മനുഷ്യൻ സൊസൈറ്റിയായി വളർന്നതിന് ശേഷം സിറ്റികളായി വർദ്ധിച്ചു. ഓക്കെ, so we have to study the first civilization by the humans. It is Mesopotamian civilization. ഓക്കെ, നമ്മൾ പറഞ്ഞു ബ്രോൺസ് ഏജിന് എന്താണ് സിറ്റികളൊക്കെ വളർന്നു വന്നു, അവിടെ എന്താണ് വലിയൊരു നാഗരികത ഉണ്ടാവുകയാണ്, വലിയൊരു ലാർജ് സൊസൈറ്റി, ലാർജ് സിറ്റീസൊക്കെ വളർന്നു വരികയാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. ആൻഷ്യൻ്റ് കാലഘട്ടത്തിൽ, പുരാതന കാലഘട്ടത്തിലാണ് ഇതൊക്കെ ഈ സിവിലൈസേഷനൊക്കെ സംഭവിക്കുന്നത്. Okay, then ancient Mesopotamia refers to the place where humans first formed civilization. ജനങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സിവിലൈസേഷനാണ് എന്ത്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വാസ് ഹിയർ ദാറ്റ് പീപ്പിൾ ഫസ്റ്റ് ഗാദർഡ് ഇൻ ലാർജ് സിറ്റീസ് ആൻഡ് ദേ ലേൺ ടു റൈറ്റ് ആൻഡ് ക്രിയേറ്റഡ് ഗവൺമെൻറ് ആൾസോ. എന്താണ്? എഴുതാൻ പഠിച്ചു, അവരുടെ അനുഭവങ്ങളൊക്കെ എഴുതാൻ പഠിച്ചു. അതുപോലെ ഫാമിലികളൊക്കെ വളർന്നു വന്നു, സൊസൈറ്റി വളർന്നു വന്നു, അവർക്ക് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ടായി, അവർക്ക് സ്വന്തമായിട്ട് ഭരണകൂടം വരെ വന്നു. ഇതാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ പ്രത്യേകത. Then an important one is, for this reason Mesopotamia is often called the cradle of civilization. Okay, എല്ലാ സിവിലൈസേഷൻ്റെയും തുടക്കം എന്ന് പറയുന്നത് എന്താണ്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനാണ്. ഓക്കെ, ദെൻ ദ വേർഡ്സ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്. ഓക്കെ, ബൈ ദിസ് പോയിന്റ് എവറി സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദി ബാങ്ക്സ് ഓഫ് റിവർ. എല്ലാ സിവിലൈസേഷനും ഒറിജിൻ ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ഏതെങ്കിലും നദിയുടെ തീരത്ത് നിന്നായിരിക്കും. ഓക്കെ, സോ മെസപ്പൊട്ടോമിയ is a place where many cities began to grow. As its name suggests, Mesopotamia was located between two rivers. Okay, the river were the Tigris and the Euphrates. The names of the river were Tigris and Euphrates. Okay, then it's all about 5,500 years ago. Okay, actually in 3500 BC. Okay, മെസപ്പൊട്ടോമിയ എല്ലാ സിവിലൈസേഷനും പോലെ തന്നെ രണ്ട് നദികളുടെ ഇടയിലാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ആ നദികളുടെ പേരാണ് ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്. മനസ്സിലായോ? Do you know him? Yeah, it is the picture of the king of the Mesopotamia. His name is Hammurabi. Okay, he is a king in Mesopotamia. Okay, his strict laws are very famous in the world. ഓക്കെ, അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രിക്റ്റ് നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഹമ്മുറാബി, കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയും. ദെൻ പീപ്പിൾ ജനറലി നോൺ ആസ് ആൻ ഐ ഫോർ ആൻ ഐ. എന്താണ്? വളരെ കർശനമായിട്ടുള്ള സ്ട്രിക്റ്റ് ലോസ് ആയിരുന്നു മെസപ്പൊട്ടോമിയൻ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ആൻ ഐ ഫോർ ആൻ ഐ മീൻസ് എന്താണ്? കണ്ണിന് കണ്ണ്, കൈക്ക് കൈ, അങ്ങനെയുള്ള എന്താണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളായിരുന്നു ഹമ്മുറാബി കൊണ്ടുവന്നിരുന്നത് എമംഗ് ദി പീപ്പിൾ ഓഫ് മെസപ്പൊട്ടോമിയ. ഓക്കെ, ദിസ് എ പാർട്ട് ഓഫ് കൾച്ചർ.
And the Mesopotamian people encouraged the art of writing and architecture also. ഓക്കെ, എഴുത്ത് വിദ്യയിൽ ഒരുപാട് നൈപുണ്യം പുലർത്തിയവരായിരുന്നു മെസപ്പൊട്ടോമിയൻ പീപ്പിൾ. അവരുടേതായിട്ടുള്ള ശൈലിയിൽ അവരുടെ എക്സ്പീരിയൻസസുകളൊക്കെ എഴുതിയിരുന്നു. ഓക്കെ, ദെൻ cuneiform script is an important one among this. Cuneiform was one of the earliest system of writings in Mesopotamia. So this picture shows the writing system of cuneiform script. All of you listen. This is the picture of cuneiform script in Mesopotamia. ഓക്കെ, അവരുടെ എഴുത്തുകൾ നമ്മൾ എഴുതുന്ന പോലെയുള്ള ലാംഗ്വേജ് ആയിരുന്നില്ല. ദേ യൂസ്ഡ് ഇറ്റ്സ് വെഡ്ജ് ഷേപ്ഡ് മാർക്സ് ഓൺ ക്ലേ tablets. Okay, and the architecture also encouraged by them. This is the picture of ziggurats in Mesopotamia. Okay, it is the ziggurats is a temple architecture. Okay, all walls of the ziggurats were built in burned bricks. ഓക്കെ, ബ്രിക്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു എന്താ പറയുക, ഏറ്റവും മാർവലൈസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഫോമാണ് സിഗ്ഗുറാറ്റ്സ് ഇൻ മെസപ്പൊട്ടോമിയ. ഓക്കെ, സോ ഐ റിപ്പീറ്റ്, the first civilization flourished by the human being is the Mesopotamian civilization. So the Mesopotamia, located in the Middle East and surrounded by a desert, മരുഭൂമിയാൽ ചുറ്റപ്പെട്ട ഒരു സിറ്റിയാണ്, ഒരു സിവിലൈസേഷനാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. ദെൻ ദിസ് ഒറിജിനേറ്റഡ് ഇൻ ബിറ്റ്വീൻ ടു റിവേഴ്സ്, ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്. ഓക്കെ, രണ്ട് നദികൾക്കിടയിൽ ഉയർന്നു വന്ന സിവിലൈസേഷനാണ് മെസപ്പൊട്ടോമിയ. Then they had their own culture and they had a good art of writing. So cuneiform script is an example for that. And another one, ziggurats. Ziggurats is an architectural form of a temple, and it has been found that around 25 ziggurats were built in this area. Okay, ഒരു ഏകദേശം 25 ziggurats മെസപ്പൊട്ടോമിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, and one more thing, the invention of lunar calendar invented by the Mesopotamian civilization. Okay, then about the one of the kings of Mesopotamia, that is Hammurabi, and his laws under the government. Okay, there are a lot of cities were emerged under the Mesopotamian civilization. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ എന്താണ്, ഒരുപാട് സിറ്റികൾ വളർന്നു വന്നിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് we have to study about the Egyptian civilization, the second civilization. It is Egyptian civilization. By the name, this civilization originated in the country of Egypt. ഓക്കെ, ഈജിപ്തിൽ വളർന്നു വന്നിട്ടുള്ള സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, all of you listen. Egyptian civilization along with the Nile River. ഈജിപ്തിലെ നൈൽ റിവറിൻ്റെ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വളർന്നു വന്നത്. ഓക്കെ, then the people of Egyptian civilization encouraged art and architecture also. Then they lived in very simple condition, and there emerged a large cities and organized their government also. സെക്കൻഡ് സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് ഒറിജിനേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി നൈൽ റിവർ. ഓക്കെ, നൈൽ നദിയുടെ തീരത്ത് ഉത്ഭവിച്ചിട്ടുള്ള സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, ദെൻ ദ പീപ്പിൾ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ lived in simple way, and they domesticated animals like cow, ox, sheep, goat, camel, dog, etc. എന്താണ്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു, മൃഗങ്ങളെ നന്നായി വളർത്തിയിരുന്നു, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു, ലൈക്ക് കൗ, ഷീപ്പ് ആൻഡ് ഗോട്ട് എക്സെട്ര. ഓക്കെ, സോ
the Egypt is called as the gift of the Nile. Okay, നൈലിൻ്റെ വാഗ്ദാനം എന്താണ് സമ്മാനം എന്നാണ് ഈജിപ്തിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ആസ് എ monuments, as a proof of the Egyptian civilization, we have a script. Okay, all of you listen. It is the system of writing in ancient Egyptian civilization. Okay, it's a script used by ancient Egyptians. This script is a combination of so many symbols and letters. Okay, then commonly written on papyrus and wood. Okay, ഒരുപാട് സിംബൽസുകളും ലെറ്റേഴ്സുകളും കൂടി ചേർന്നിട്ടുള്ളൊരു സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ആണ് ഹീരിയോഗ്രാഫിക്സ്. ഓക്കെ, ദിസ് ഈസ് ആൻ എവിഡൻസ് ഫോർ ഈജിപ്ഷ്യൻ civilization. Okay, then can you see the picture? What is this? Do you know? Yeah, it is the picture of pyramids. So the pyramids are the tombs of the pharaohs. Then the rulers of Egypt. Pharaohs are the rulers of Egypt. Then the biggest pyramid is the one at Giza. Okay, അതായത് ഈജിപ്തിലെ റൂളേഴ്സ്, അതായത് ഫറോവാസ് മരിച്ചതിന് ശേഷം അവരുടെ ശവകുടീരം അടക്കം ചെയ്തിരുന്ന സ്ഥലമാണ് എന്ത്, പിരമിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ആൻ മോണമെൻറ്റ് ഓഫ് ഇറ്റ്സ് എ എവിഡൻസ് ഫോർ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, so today we are discussed about two civilization which are Mesopotamian civilization and Egyptian civilization. Okay, ജനങ്ങൾ വളർന്നു വന്നതിൻ്റെ ഓരോ ഭാഗമായിട്ട് സിറ്റികൾ വളർന്നു, അത് പിന്നെ സിവിലൈസേഷനായി മാറി. അതിൽ രണ്ട് സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആൻഡ് ഈജിപ്ഷ്യൻ civilization. Okay, I hope all you are understood well. Then all civilizations originated from the banks of river. എല്ലാ സിവിലൈസേഷനും ഒറിജിനേറ്റ് ചെയ്തത് ഏതെങ്കിലും റിവറിൻ്റെ ബാങ്ക്സിലായിരിക്കും, തീരത്ത് നിന്നായിരിക്കും. അവർ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദി ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ് റിവേഴ്സ്. ഓക്കെ, ദെൻ cuneiform script is an example for is an script during the Mesopotamian civilization, and the major evidence of the Mesopotamian civilization is ziggurats. Okay, major remains of the great civilization. Okay, then hieroglyphics and great pyramids are the evidences for Egyptian civilization. They lived in a common way and they domesticated so many animals and they led a simple life. Okay, രണ്ട് civilization പറഞ്ഞു, Mesopotamian civilization and Egyptian civilization. Okay, all of you try to learn clearly and going to wind up our class.